യോഹന്നാൻ 4:29. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാൺമീൻ. ബൈബിളിലെ ഏറ്റവും ശക്തമായ ആഹ്വാനങ്ങളിൽ ഒന്നാണ് ഇത്. ക്രൈസ്തവ വിശ്വാസം എന്നത് വെറും അറിവല്ല, മറിച്ച് യേശുവിനെ നേരിട്ട് കണ്ടുമുട്ടുന്ന ഒരു അനുഭവമാണെന്ന് ഇത് പഠിപ്പിക്കുന്നു. ഇവിടെ ശമരിയാക്കാരത്തി സ്ത്രീ യേശുവുമായി കണ്ടുമുട്ടി. അവളുടെ ആന്തരിക കണ്ണുകൾ തുറന്നു. താൻ കണ്ടുമുട്ടിയതും സംസാരിച്ചതും മിശിഹായോടാണ് എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അത് ആ ഗ്രാമത്തിൽ ചെന്ന് എല്ലാവരോടും പറയുകയാണ്, വന്നു കാൺമീൻ എന്ന്. യോഹന്നാൻ 1:39 തൻ്റെ ആദ്യ ശിഷ്യന്മാർ യേശു എവിടെ താമസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവ് അവരോട് പറഞ്ഞു, വന്നു കാൺമീൻ എന്ന്. 1:46 ഫിലിപ്പോസ് നഥാനിയേലിനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് നഥാനിയേലിനോട് പറഞ്ഞത് വന്നു കാണുക എന്നാണ്. യേശുവുമായി ഉണ്ടാകുന്ന ബന്ധമെന്ന് പറയുന്നത് വ്യക്തിപരമായി കർത്താവുമായി ഉണ്ടാകേണ്ട ഒന്നാണ്. ഓരോരുത്തരും യേശു കർത്താവിൻ്റെ അടുത്ത് വന്ന് കണ്ട് അനുഭവിക്കേണ്ടുന്ന ഒന്നാണ്. മറ്റുള്ളവർ ഏതൊക്കെ രീതിയിൽ നമ്മെ കൺവിൻസ് ചെയ്യുവാൻ ശ്രമിച്ചാലും അത് ഫലം കാണില്ല. വന്ന് കാണുക തന്നെ ചെയ്യണം. സ്വയമായി കണ്ട് അനുഭവിച്ചറിയണം ഈ ക്രിസ്തേശു ആരാണെന്ന്, ആത്മാവിനെ നിത്യമായി രക്ഷിക്കുവാൻ കഴിവുള്ളവനാണെന്ന്, ഭൗതികമായി സകല പ്രയാസങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ കഴിയുന്നവനാണെന്ന്, പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ശാപത്തിൻ്റെയും ഒക്കെ മേലെ അധികാരം ഉള്ളവനാണെന്ന്, ഉന്നതന്മാർ ഭൂമിയിലുള്ളപ്പോൾ അവരുടെ മേലെ വാഴുന്നവനായ അത്യുന്നതനാണ് അതിശ്രേഷ്ഠനായ ഈ ദൈവമെന്ന് വന്നു കാണാതെ അനുഭവിച്ചറിയാതെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. സങ്കീർത്തനം 66:5 വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കുവിൻ, അവൻ മനുഷ്യപുത്രന്മാരോടുള്ള തൻ്റെ പ്രവൃത്തിയിൽ ഭയങ്കരനെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സംഗ്രഹിച്ചു വച്ചിരിക്കുന്നത് തൻ്റെ മക്കൾക്കായി പ്രവർത്തിക്കുന്ന ഭയങ്കരവും അതിശയകരവും ആയ പ്രവൃത്തികൾ എത്ര വലുതാണെന്ന് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. ഇതിനായിട്ടാണ് സത്യസുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടുന്നത്. ഈ യേശുക്രിസ്തു ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കുവാനുള്ള ആഹ്വാനമാണത്. എപ്രകാരം നിത്യജീവനെ പ്രാപിച്ചെടുക്കുവാം എന്നതിൻ്റെ മാർഗമാണത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ക്രിസ്തയേശുവിനെ നമുക്ക് കാണാം. നമ്മുടെ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുന്ന നമ്മുടെ സ്വർഗീയ പിതാവിനെ കാണേണ്ട രീതിയിൽ കാണുവാനായി നമ്മുടെ ആത്മാവ് തുറക്കപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് ആഗ്രഹിക്കാം. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം, പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയെ വന്നു കാണുവാൻ, ഞങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് എഴുന്നേൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.